ഫസ്റ്റ് ടീം, നിങ്ങളുടെ ടീമിലെ ക്യാപ്റ്റൻ ആരായിരിക്കും? പറയൂ. നമുക്ക് ചെറിയ ആളാകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നമ്മുടെ സിഫ്രാനെ നമുക്ക് ക്യാപ്റ്റൻ ആക്കാം. അപ്പൊ സിഫ്രാൻ ആണ് അവരുടെ ഫാമിലിയിലെ ക്യാപ്റ്റൻ. ടീം ബിഗ് ബീസ്, നിങ്ങൾ പറയൂ, നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണ്? ഞങ്ങളുടെ ക്യാപ്റ്റൻ ബേസിൽ. ബേസിൽ. ഓ, ബേസിലിനെ വിട്ടുകൊടുക്കാൻ അച്ഛനും മനസ്സില്ല, അതുകൊണ്ട് ക്യാപ്റ്റൻ ബേസിലിനെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മള് നമ്മുടെ ഫസ്റ്റ് ടീം സിഫ്നൂറിനെയാണ് വിളിക്കാൻ പോകുന്നത്. നിങ്ങൾ ഫാമിലി റൗണ്ടിൽ എന്ത് പെർഫോമൻസ് ആണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സോങ് ആണ്. അതായത് നാല് പേരും ഒന്നിച്ചുള്ള ഒരു പാട്ട്. അതെ അതെ. ഓക്കെ, അപ്പൊ ഒരു പാട്ടോട് കൂടി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. സോ വെൽക്കം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോളിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം, പെരിയോനേ റഹ്മാനേ, പെരിയോനേ റഹീം. എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ. ആറ്റക്കിളിയുടെ നോക്കും പറച്ചേരും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ആ ഇഷ്കിന്റെ നെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിരുട്ടറയിൽ. ഗംഭീരമായിരുന്നു സിഫ്നൂറിന്റെ ആ ഒരു നിങ്ങളുടെ ടീം എന്ന് പറഞ്ഞ അതൊരു അടിപൊളി ടീമാണ്. ഞങ്ങൾക്ക് ഇതാ ഇപ്പൊ ഈ ഒരൊറ്റ പെർഫോമൻസ് കൊണ്ട് മനസ്സിലായിരിക്കാണ്. മിയ രക്ഷയില്ല, അസലായി. ഒരു അസല കുടുംബം കേട്ടോ. അയ്യോ, 4 പേരും ഈക്വലി ടാലന്റഡ് ആയിട്ട് അത് ഇത്രയും നല്ലൊരു പാട്ട്. അത് ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ആ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെയോ ഫീൽ ചെയ്യോ. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ 4 പേരുടെയും ശബ്ദം 4ആണ്. കാരണം പിള്ളേരുടെ ശബ്ദം അങ്ങ് മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ക്യൂട്ട്നെസ് പിള്ളേരുടെ വോയിസിനുണ്ട്. നിങ്ങളുടേത് മെച്യൂർഡ് വോയിസ് ആണ്. 4 പേർക്കും 4 ശബ്ദമാണ്. പക്ഷെ ആ 4ഉം ഈ പാട്ടിന് ആപ്റ്റാന്ന് നമുക്ക് തോന്നുക. മോളുടേത് കേട്ടപ്പോഴാണ്
ഞാൻ പ്രതീക്ഷയില്ല മോളുടെ ഒരു പാട്ട് ഈ ഒരു ഫീൽ വരും. ഓക്കെ, ഒരു കുഞ്ഞു കുട്ടി പാടുന്നു, അത് പാടുന്നു, പക്ഷെ ആ പാട്ടിൽ ഒരു കൊടുക്കുന്ന ഒരു ഫീൽ ഈ പ്രായത്തിൽ ഈ പാട്ടിന് കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അതൊരു സർപ്രൈസ് എലമെന്റ് തന്നെ. ബ്ലെസ്ഡ് ഫാമിലി ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഇനിയും ഒരുപാട് ഗംഭീര പെർഫോമൻസ് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.